നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഡിജിറ്റൽ ID സംവിധാനമായ ആധാറിനെ UK-യിലേക്കുള്ള മാതൃകയായി പരിശോധിക്കാൻ മുംബൈ സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. 2028ഓടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് കിയർ സ്റ്റാർമർ. UK-യുടെ വിസ നയത്തിൽ ഇന്ത്യക്കായി ഇളവുകൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ അമേരിക്ക. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവയുൾപ്പെടെ നിരവധി വ്യക്തികൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കുമെതിരെ ഉപരോധങ്ങൾ വിപുലീകരിച്ച് US ട്രഷറി വകുപ്പ്. ഗാസ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചു. ഗാസയിലുള്ള 48 ബന്ദികളിൽ ജീവനോടെയുള്ള 20 പേരെ തിങ്കളാഴ്ച മോചിപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായി വിട്ടുനൽകും. തെക്കൻ ഫിലിപ്പീൻസിൽ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ്. തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫിബോക്സ് ഏജൻസി മുന്നറിയിപ്പ് നൽകി. ബർമിംഗ്ഹാമിൽ നടത്താനിരുന്ന ദീപാവലി ആഘോഷങ്ങൾ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് മാറ്റിവെച്ചു. ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികൾ ശനിദോഷമകറ്റാനും ഐശ്വര്യത്തിനുമായും കോടിക്കണക്കിന് രൂപയ്ക്ക് ബാംഗ്ലൂരിൽ വിറ്റഴിച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെ കേന്ദ്രം തടയിട്ടത് നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. വാർത്തകൾ വിശദമായി. 2028ഓടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുന്നുവെന്നും ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ UKക്ക് ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയായി സ്റ്റാർമറുടെ വാക്കുകൾ. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള കാഴ്ചപ്പാടാണ് മോദിയുടേതെന്ന് സ്റ്റാർമർ പറഞ്ഞു. ഇന്ത്യയിൽ എത്തിയതിനു ശേഷം താൻ കണ്ട കാഴ്ചകളൊക്കെയും രാജ്യം വികസന പാതയിലാണെന്നതിന് തെളിവാണെന്നും സ്റ്റാർമർ വ്യക്തമാക്കി. യുക്രൈനിലും ഗാസയിലും ഉൾപ്പെടെ ആഗോള സമാധാനത്തിന് ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾ പ്രശംസനീയമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിന സന്ദർശനത്തിന് 2 ദിവസം മുന്നെയാണ് കിയർ സ്റ്റാർമർ ഇന്ത്യയിലെത്തിയത്. ഇന്നലെ മോദിയുമായി സ്റ്റാർമർ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ UK സഹകരണം സംബന്ധിച്ച് ഇരുവരും സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. ഇന്ത്യയിലെ ഡിജിറ്റൽ ID സംവിധാനമായ ആധാറിനെ UK-യിലേക്കുള്ള മാതൃകയായി പരിശോധിക്കാൻ മുംബൈ സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. സ്റ്റാർമർ ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നിലേകനിയെ കാണുകയും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഡിജിറ്റൽ ID സംവിധാനത്തിന്റെ വേഗതയും ഭരണ സംവിധാനത്തിൽ അത് കൊണ്ടുവന്ന പരിവർത്തനങ്ങളും അവലോകനം ചെയ്യാനായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളിൽ ഭൂരിഭാഗത്തെയും ഉൾപ്പെടുത്തി 15 വർഷങ്ങളായി നടപ്പിലാക്കിയ ഈ പദ്ധതി ഭരണ ചെലവും അഴിമതിയും കുറച്ച് ഏകദേശം 11 ബില്യൺ ലാഭം കൈവരിച്ചു എന്നതായാണ് വിലയിരുത്തൽ. UK-യിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ ID സംവിധാനത്തിൽ ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്താനുള്ള പദ്ധതി നിലവിലില്ല എന്ന് സ്റ്റാർമറുടെ വക്താവ് വ്യക്തമാക്കി. ഇന്ത്യയിലെ പദ്ധതിയിൽ സ്വകാര്യതാ സംരക്ഷണം കുറവായതും ചിലർക്ക് ആധാർ ഇല്ലാത്തതിനാൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടതുമാണ് വിവാദങ്ങൾക്കിടയാക്കിയത്. UK സംവിധാനത്തിൽ ഉൾക്കൊള്ളലിനും സുരക്ഷിതത്വത്തിനും മുൻഗണന നൽകും എന്നും അത് തൊഴിൽ മേഖലയിൽ അനധികൃത ജോലികൾ തടയുന്നതിനായി നിർബന്ധിതമാക്കുമെന്നും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച സ്റ്റാർമർ വ്യക്തമാക്കി. ബോളിവുഡ് താരമായ യാഷ്രാജ് ഫിലിംസിന്റെ 3 പുതിയ ബോളിവുഡ് ചിത്രങ്ങൾ UK-യിൽ ചിത്രീകരിക്കുമെന്ന് സ്റ്റാർമർ മുംബൈയിൽ പ്രഖ്യാപിച്ചു. ഈ പദ്ധതികൾ 3000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യ-UK വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഒപ്പുവെക്കുന്ന കരാറുകൾ വഴി ഏകദേശം 7000 പുതിയ ജോലികൾ ഉണ്ടാകുമെന്നും ഡൗണിംഗ് സ്ട്രീറ്റ് അറിയിച്ചു. UK-യുടെ വിസ നയത്തിൽ ഇന്ത്യക്കായി ഇളവുകൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ. വിസകളല്ല പ്രധാന വിഷയമെന്നും വ്യാപാരവും നിക്ഷേപവും തൊഴിലവസരങ്ങളും വളർത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ഇന്ത്യയിൽ പറഞ്ഞു. ബ്രിട്ടീഷ് എയർവേസ് ഡൽഹി ഹീത്രോ റൂട്ടിൽ 3ാമത്തെ പ്രതിദിന സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. മാഞ്ചസ്റ്റർ വിമാനത്താവളവും ഡൽഹിയിലേക്ക് പുതിയ നേരിട്ടുള്ള സർവീസുകളും ആരംഭിക്കും. ജൂലൈയിൽ ഒപ്പുവെച്ച UK-ഇന്ത്യ വ്യാപാര ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷ് കാറുകളും വിസ്കിയും ഇന്ത്യയിൽ വില കുറഞ്ഞ് ലഭിക്കുമ്പോൾ ഇന്ത്യൻ ആഭരണങ്ങളും വസ്ത്രങ്ങളും UK-യിലേക്ക് കുറഞ്ഞ കസ്റ്റംസ് നിരക്കിൽ കയറ്റുമതി ചെയ്യാനാകും. 3 വർഷത്തേക്ക് ഇന്ത്യൻ തൊഴിലാളികൾക്ക് UK-യിലെ സാമൂഹ്യ സുരക്ഷാ നികുതിയിൽ ഇളവുകളും ഉടമ്പടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുടിയേറ്റ നയത്തിൽ മാറ്റമില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കി. ലേബർ പാർട്ടി കുടിയേറ്റ നിയന്ത്രണം ശക്തമാക്കാനുള്ള നിലപാടാണ് പിന്തുടരുന്നതെന്ന് സ്റ്റാർമർ കൂട്ടിച്ചേർത്തു. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കെതിരായ ശ്രമങ്ങൾ വ്യാഴാഴ്ച US ട്രഷറി വകുപ്പ് ശക്തമാക്കുകയും ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവയുൾപ്പെടെ നിരവധി വ്യക്തികൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കുമെതിരെ ഉപരോധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തു.
ഇറാനിയൻ എണ്ണ, LPG എന്നിവയുടെ വിൽപ്പനയും കയറ്റുമതിയും ഇറാനിൽ നിന്ന് സുഗമമാക്കുന്ന 50 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കും US ട്രഷറിയുടെ വിദേശ ആസ്തി നിയന്ത്രണ ഓഫീസ് ഉപരോധം ഏർപ്പെടുത്തുകയാണ് എന്ന് അതിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു. ഏകദേശം 2 ഡസൻ ഷാഡോ ഫ്ലീറ്റ് കപ്പലുകളുള്ള ഇറാനിയൻ LPG ചലിക്കുന്ന ഒരു ശൃംഖല, ചൈന ആസ്ഥാനമായുള്ള ഒരു ക്രൂഡ് ഓയിൽ ടെർമിനൽ, ഒരു സ്വതന്ത്ര ശുദ്ധീകരണശാല എന്നിവയ്ക്കെതിരാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉപരോധം ഏർപ്പെടുത്തിയ നിരവധി കമ്പനികളിൽ ഇന്ത്യൻ പൗരൻ വരുൺ പുള്ളിയുടെ ബെർത്ത ഷിപ്പിംഗ് ഇൻകോർപ്പറേറ്റഡ്, ഈയപ്പൻ രാജയുടെ ഉടമസ്ഥതയിലുള്ള AV ലൈൻസ് ഇൻകോർപ്പറേറ്റഡ്, സോണിയ ശ്രേഷ്ഠയുടെ ഇന്ത്യ ആസ്ഥാനമായുള്ള വേഗ സ്റ്റാർഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്നു. ഇറാനിയൻ എണ്ണ കയറ്റുമതി സംവിധാനത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെ വകുപ്പ് ഇറാന്റെ പണമൊഴുക്ക് കുറയ്ക്കുകയാണ് എന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള പെട്രോളിയം അനുബന്ധ കയറ്റുമതി ഉപയോഗിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകാനുള്ള ഇറാന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ പിന്തുണയുള്ള ഗാസ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചു. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചുവെന്നും എന്നാൽ പദ്ധതിയുടെ മറ്റ് വിവാദപരമായ ഭാഗങ്ങൾ പരാമർശിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു ഹ്രസ്വ പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിലുള്ള 48 ബന്ദികളിൽ ജീവനോടെയുള്ള 20 പേരെ തിങ്കളാഴ്ച മോചിപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായി വിട്ടുനൽകും. ശാശ്വത സമാധാനത്തിന് വഴി തുറന്നെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറായാലേ പൂർണ്ണ പിന്മാറ്റമുള്ളൂ എന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാതെ ആയുധം വിട്ടുകൊടുക്കില്ല എന്ന ഹമാസും നിലപാടെടുക്കുന്നുണ്ടെങ്കിലും ഇതും ഇസ്രയേലിന് സമ്മതമല്ല. US-ന്റെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ചർച്ച തുടരും. ട്രംപ് 2 നാൾക്കകം ഈജിപ്തിലെത്തും. വെടിനിർത്തൽ തുടങ്ങി 24 മണിക്കൂറിനകം ഇസ്രായേൽ സൈന്യം നിശ്ചിതാകലങ്ങളിലേക്ക് പിന്മാറും. ഇതിനുശേഷം 72 മണിക്കൂറിനകം ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് വിട്ടുനൽകും. ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ജീവപര്യന്തം തടവുകാർ ഉൾപ്പെടെ 1950 പലസ്തീനികളെ വിട്ടയക്കും. ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൊണ്ട് ഹമാസിന് മുന്നിൽ മുട്ടുകുത്തിച്ചു. ആരായിരുന്നു ആ ലോകം ഞെട്ടിയ നീക്കത്തിന് പിന്നിൽ? വിവരവും വെളിവുമില്ലാതെ എന്തും പറയുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് സ്വന്തം രാജ്യത്ത് ഭരണം പോലും ഷട്ട് ഡൗൺ ആക്കിയ സാക്ഷാൽ ഡൊണാൾഡ് ഡക്ക് തന്നെ. ഡൊണാൾഡ് ട്രംപ് എന്ന് അമേരിക്കക്കാർ വിളിക്കും. എന്തായാലും പലസ്തീൻകാരുടെ കണ്ണിൽ ട്രംപ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഗാസ അധിനിവേശവും കോട്ടക്കുരുതിയും തൽക്കാലത്തേക്ക് ഇസ്രായേൽ നിർത്തിയല്ലോ. ബന്ദികളെല്ലാം പരസ്പരം കൈമാറി വെടിനിർത്തി 1-ാം ഘട്ടം നടപ്പാക്കുമ്പോൾ 2-ാം ഘട്ടത്തിന് മുന്നേ ഇസ്രായേൽ തനി സ്വഭാവം കിട്ടുമോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. എന്തായാലും ട്രംപിന്റെ പിന്തുണയുള്ള ഗാസ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേൽ മന്ത്രിസഭ മറ്റു ഗത്യന്തരമില്ലാതെ അംഗീകരിച്ചു. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനും ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിനുമുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചുവെന്നും എന്നാൽ പദ്ധതിയുടെ മറ്റു വിവാദപരമായ ഭാഗങ്ങൾ പരാമർശിച്ചിട്ടില്ല. സർക്കാർ അംഗീകാരം ലഭിച്ചാലുടൻ വെടിനിർത്തൽ ആരംഭിക്കുമെന്നും ഇസ്രായേൽ സേനയ്ക്ക് 24 മണിക്കൂർ സമയത്തിനുള്ളിൽ സമ്മതിച്ച സ്ഥാനങ്ങളിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും അറിയുന്നു. വിശാലമായ വെടിനിർത്തൽ പദ്ധതി നിരവധി ചോദ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്നു. അതിൽ ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ ഭാവി ഭരണവും ഉൾപ്പെടുന്നു. കരാർ പ്രകാരം വരും ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഹമാസ് പദ്ധതിയിടുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങൽ ആരംഭിക്കുകയും ചെയ്യും. ഈജിപ്തിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയും ഇസ്രായേലി സൈനിക നീക്കങ്ങളുടെ ആദ്യഘട്ടത്തിനുള്ള ഭൂപടങ്ങളും ഉൾപ്പെടും. തടവുകാരുടെ ആക്രമണത്തിന് ഇരയായവർക്ക് എതിർപ്പുകൾ ഉന്നയിക്കാൻ 24 മണിക്കൂർ സമയം ലഭിക്കും. ഈജിപ്തുമായുള്ള റാഫ ക്രോസിംഗ് ഉൾപ്പെടെ 5 അതിർത്തി ക്രോസിംഗുകൾ വീണ്ടും തുറക്കാൻ ഒരുങ്ങുന്നു. അംഗീകാരം ലഭിച്ചാലുടൻ 1,70,000 മെട്രിക് ടൺ സഹായവും സാധനങ്ങളും ഗാസയിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്ന് UN മാനുഷിക തലവൻ ടോം ഫ്ലെച്ചർ അറിയിച്ചു. ഗാസയുമായുള്ള അതിർത്തിയിൽ ഇസ്രായേൽ തുറന്ന സൈനിക സാന്നിധ്യം നിലനിർത്തണമെന്ന പദ്ധതി വിഭാവനം ചെയ്യുന്നു. പ്രധാനമായും അറബ്, മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര സേന ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നു.
അതേസമയം US അന്താരാഷ്ട്ര ധനസഹായത്തോടെയുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പലസ്തീൻ അതോറിറ്റിക്ക് ഒടുവിൽ ഒരു പങ്കു വഹിക്കാൻ കഴിയും. എന്നിരുന്നാലും അതിന് കാര്യമായ പരിഷ്കാരങ്ങൾ ആവശ്യമായി വരും. കൂടാതെ ട്രംപ് പദ്ധതി ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് അവ്യക്തമായ വിശദാംശങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ. നെതന്യാഹു അത് നിരസിക്കുന്നത് തുടരുകയും ചെയ്യുന്നു. 2 വർഷം മുമ്പ് 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം നാളിതുവരെ 10,000-കണക്കിന് പലസ്തീനികളെ കൊല്ലുകയും ഗാസയുടെ വലിയ ഭാഗങ്ങൾ നശിപ്പിക്കുകയും നിരവധി പേരെ പ്രദേശത്ത് ബന്ദികളാക്കുകയും ചെയ്തു കഴിഞ്ഞു. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഏകദേശം 1,200 പേർ കൊല്ലപ്പെടുകയും വിദേശ പൗരന്മാരുൾപ്പെടെ 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ 67,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,70,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണങ്ങളിൽ ഏകദേശം പകുതിയും സ്ത്രീകളും കുട്ടികളുമാണ്. മന്ത്രിസഭാ വോട്ടെടുപ്പിന് മുമ്പുള്ള മണിക്കൂറുകളിൽ പോലും ഗാസയിൽ ഇസ്രായേലി ആക്രമണങ്ങൾ തുടർന്നു. ഗാസ സിറ്റി ആക്രമണം ഉൾപ്പെടെ കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെടുകയും 40-ലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോകുകയും ചെയ്തുവെന്ന് പലസ്തീൻ സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഗാസയിലുള്ള 48 ബന്ദികളിൽ ജീവനോടെയുള്ള 20 പേരെ തിങ്കളാഴ്ച മോചിപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായി വിട്ടുനൽകും. 2023 ഒക്ടോബർ 7-ന് യുദ്ധം തുടങ്ങിയ ശേഷം 2 തവണ താൽക്കാലിക വെടിനിർത്തലും ബന്ദിമോചനവും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ ശാശ്വത സമാധാനത്തിന് വഴി തുറന്നെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ആയുധം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറായാലേ പൂർണ്ണ പിന്മാറ്റമുള്ളൂവെന്നാണ് ഇസ്രായേൽ നിലപാട്. പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരാതെ ആയുധം വിട്ടുകൊടുക്കില്ലെന്ന് ഹമാസും. ഇത് ഇസ്രായേലിന് സമ്മതമല്ല. US-ന്റെയും അറബ് രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിൽ ചർച്ച തുടരും. ട്രംപ് 2 നാളുകൾക്കകം ഈജിപ്തിലെത്തും. നടപടികൾ 2 ഘട്ടമായി. ആദ്യം വെടിനിർത്തൽ തുടങ്ങി 24 മണിക്കൂറിനകം ഇസ്രായേൽ സൈന്യം നിശ്ചിത അകലങ്ങളിലേക്ക് പിന്മാറും. നിലവിൽ ഗാസയുടെ 80% ഇസ്രായേൽ നിയന്ത്രണത്തിൽ. പിന്മാറ്റത്തോടെ ഇത് 53%. ഇതിനുശേഷം 72 മണിക്കൂറിനകം ജീവനോടെയുള്ള ബന്ദികളെ ഹമാസ് വിട്ടുനൽകും. ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് ജീവപര്യന്തം തടവുകാർ ഉൾപ്പെടെ 1950 പലസ്തീനികളെ വിട്ടയക്കും. ഭക്ഷണവും മരുന്നും മറ്റ് അവശ്യവസ്തുക്കളുമായി ഗാസയിലേക്ക് പ്രതിദിനം 400 മുതൽ 600 ട്രക്കുകൾ എത്തും. ഇനി 2ാം ഘട്ടത്തിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സമാധാന ബോർഡിന് ഗാസയുടെ ഭാവി നടപടികളുടെ മേൽനോട്ടം. ഒരു പലസ്തീൻ കമ്മിറ്റിക്ക് ഗാസയുടെ താൽക്കാലിക ഭരണം നൽകുമെന്നും തുടർന്ന് പരിഷ്കരിച്ച പലസ്തീനിയൻ അതോറിറ്റിക്ക് കൈമാറുമെന്നും ട്രംപ്. മോർട്ട്ഗേജ് തട്ടിപ്പ് ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്ന് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസിനെതിരെ നീതിന്യായ വകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രസിഡന്റിന്റെ രാഷ്ട്രീയ എതിരാളികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ബാങ്ക് തട്ടിപ്പ്, ഒരു ധനകാര്യ സ്ഥാപനത്തിന് തെറ്റായ പ്രസ്താവനകൾ നൽകി എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഡെമോക്രാറ്റായ ലെറ്റീഷ്യ ജെയിംസിനെ വ്യാഴാഴ്ച ഫെഡറൽ ഗ്രാൻഡ് ജൂറി കുറ്റപത്രം സമർപ്പിച്ചതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 24-ന് അവർ കോടതിയിൽ ഹാജരാകും. ലെറ്റീഷ്യ ജെയിംസിനും മറ്റൊരു ട്രംപ് വിമർശകനും മുൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറുമായ ജെയിംസ് കോമിക്കുമെതിരെ കുറ്റം ചുമത്തുന്നതിനെ ഉദ്യോഗസ്ഥർ എതിർത്തതിനെ തുടർന്ന് കിഴക്കൻ വിർജീനിയയിലെ US അറ്റോർണിയായി പ്രസിഡന്റ് ട്രംപ് നിയമിച്ച അദ്ദേഹത്തിന്റെ മുൻ സ്വകാര്യ അഭിഭാഷകനായ ലിൻഡ്സേ ഹാലിഗനാണ് കേസ് സമർപ്പിച്ചത്. തനിക്കെതിരെ ചുമത്തപ്പെട്ട ആരോപണങ്ങളെ അടിസ്ഥാനരഹിതമെന്നാണ് ലെറ്റീഷ്യ ജെയിംസ് വിശേഷിപ്പിച്ചത്. തെക്കൻ ഫിലിപ്പീൻസിൽ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകി. ഫിലിപ്പീൻസിലെ മിൻഡാനാവോ മേഖലയിലെ ഡാവോ ഓറിയന്റലിലെ മനായ് പട്ടണത്തിനടുത്താണ് 7.6 തീവ്രതയുള്ള ഭൂചലനം ഇന്ന് രാവിലെ അനുഭവപ്പെട്ടത്. ഇതോടെ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും സമീപ തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫിബോൾസ് ഏജൻസി മുന്നറിയിപ്പ് നൽകി. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ ഭൂകമ്പ കേന്ദ്രം അറിയിച്ചു. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 300 കിലോമീറ്ററിനുള്ളിൽ ഫിലിപ്പൈൻ തീരങ്ങളിൽ സാധാരണ വേലിയേറ്റത്തിന് 3 മീറ്റർ വരെ ഉയരത്തിൽ അപകടകരമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു. ചെറിയ തിരമാലകൾ ഇന്തോനേഷ്യയുടെയും പലാവുവിന്റെയും ചില ഭാഗങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്രം കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് സസെക്സിലെ ഒരു പള്ളിക്ക് നേരെയുണ്ടായ തീപിടുത്തത്തിൽ പോലീസ് കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ശനിയാഴ്ച രാത്രി പീസ് ഹാവനിലെ ഫിലിസ് അവന്യൂവിലുള്ള കെട്ടിടത്തിന് തീപിടുത്തത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്നാൽ കെട്ടിടത്തിന്റെ മുൻവശത്തും സമീപത്തുമുള്ള ഒരു വാഹനത്തിനും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പോലീസ് പറഞ്ഞു.
തിങ്കളാഴ്ച മുതൽ ജീവൻ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള തീപിടുത്തമാണെന്ന കുറ്റം ചുമത്തി അന്വേഷിക്കുന്ന പോലീസ് സംഭവത്തിൽ സംശയിക്കുന്ന 4 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം തുടരുന്നതിനിടെ എല്ലാവരെയും നിരപരാധിക ജാമ്യത്തിൽ വിട്ടയച്ചു. ഫൂട്ടേജുകളിൽ മുഖംമൂടികളും ഇരുണ്ട വസ്ത്രവും ധരിച്ച 2 പേർ മുൻവാതിലിനടുത്തേക്ക് വന്ന് തീയിടുന്നത് വ്യക്തമായതായി പോലീസ് അറിയിച്ചു. ബ്രിട്ടനിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളും ജ്ഞാനായ സമൂഹവും സംബന്ധിച്ചുള്ള വിവാഹ കൂദാശയുടെ സാധുതയെക്കുറിച്ച് കാനോനിക നിയമങ്ങൾ വിശദീകരിച്ച് സർക്കുലർ പുറത്തിറക്കി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സ്ട്രാമ്പിക്കൽ. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പരിധിയിലാണ് ബ്രിട്ടനിലെ ജ്ഞാനായരടക്കമുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികളും ഉൾപ്പെടുന്നതെന്ന് സർക്കുലർ വ്യക്തമാക്കി. ബ്രിട്ടനിലെ സിറോ മലബാർ സഭയിലെ വിശ്വാസികളും ജ്ഞാനായ സമൂഹവും സംബന്ധിച്ച വിവാഹ കൂദാശയുടെ സാധുതയെക്കുറിച്ചുള്ള കാനൂനിക നിയമങ്ങൾ വിശദീകരിച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്ട്രാമ്പിക്കൽ ഏറ്റവും പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. 2016 പാപ്പ ഫ്രാൻസിസ് സ്ഥാപിച്ച ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പരിധിയിലാണ് ബ്രിട്ടനിലെ ജ്ഞാനായരടക്കമുള്ള എല്ലാ സീറോ മലബാർ വിശ്വാസികളും ഉൾപ്പെടുന്നതെന്ന് സർക്കുലർ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. ബ്രിട്ടനിൽ സ്ഥിരതാമസമോ ക്വാസി ഡൊമിസൈൽ പദവിയോ ഉള്ളവർ സീറോ മലബാർ രൂപതയുടെ നിയമപരിധിയിലായിരിക്കും. ഇവരുടെ ആത്മീയ പരിപാലനത്തിന്റെ ചുമതല രൂപതയിലെ വൈദികർക്കാണെന്നും സർക്കുലർ വ്യക്തമാക്കുന്നുണ്ട്. സീറോ മലബാർ സഭ പൗരസ്ത്യ സഭകളിൽപ്പെട്ട ഒരു സ്വയംഭരണ സഭയായതിനാൽ അതിലെ വിശ്വാസികൾ തമ്മിലുള്ള വിവാഹം സാധുവാകണമെങ്കിൽ അതാത് സഭയുടെ പുരോഹിതന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തേണ്ടതെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. അതോടൊപ്പം 2 വ്യത്യസ്ത കത്തോലിക്ക സഭകളിൽപ്പെട്ട വിശ്വാസികൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അതിന് രൂപതാ മെത്രാനോ അധികാരപ്പെട്ട പുരോഹിതനോ നൽകിയ അനുമതി അനിവാര്യമാണെന്നും മാർ സ്ട്രാമ്പിക്കൽ ചൂണ്ടിക്കാട്ടുന്നു. ഒരു ഇടവകയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നത് ഭരണപരമായ കാര്യം മാത്രമാണ്, അത് സഭാപരമായ അംഗത്വം നിർണ്ണയിക്കുന്നതല്ല എന്നും സർക്കുലർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജ്ഞാനായ സമൂഹത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യം സംരക്ഷിക്കാൻ രൂപത നടത്തിയ നടപടികളും സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്തയുടെ അഭ്യർത്ഥന പ്രകാരം രാജ്യത്തുടനീളം 15 ജ്ഞാനായ മിഷനുകളും 8 ജ്ഞാനായ വൈദികരുടെ സേവനവുമാണ് രൂപത UK-യിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മാർ സ്ട്രാമ്പിക്കൽ നൽകിയ സർക്കുലർ വരുന്ന ഒക്ടോബർ 12-നോ അതിനടുത്ത ഞായറാഴ്ചയോ എല്ലാ ഇടവകകളിലും വിശുദ്ധ കുർബാനയ്ക്കിടെ വായിക്കണമെന്നും രൂപത നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബർമിംഗ്ഹാമിൽ നടത്താനിരുന്ന ദീപാവലി ആഘോഷങ്ങൾ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് മാറ്റിവെച്ചു. വാർഷിക ദീപാവലി ആഘോഷങ്ങൾ ഇത്തവണയും മാറ്റിവെക്കേണ്ടി വന്നത് നഗരത്തിലെ ഇന്ത്യൻ സമൂഹത്തെയും സാംസ്കാരിക പ്രേമികളെയും നിരാശരാക്കി. ഹാൻസ്വർത്തിലെ സോഹോ റോഡിലും ഹോളിഹെഡ് റോഡിലുമായിരുന്നു ഈ വർഷം ദീപാവലി മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. സംഗീത പരിപാടികൾ, പരമ്പരാഗത നൃത്തങ്ങൾ, ഭക്ഷണ സ്റ്റാളുകൾ, കരിമരുന്ന് പ്രദർശനം തുടങ്ങി നിരവധി ആകർഷണങ്ങളാണ് ഒരുക്കിയിരുന്നത്. അടുത്തിടെ മാഞ്ചസ്റ്ററിൽ നടന്ന ആക്രമണവും അതിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലായ നിയന്ത്രണങ്ങളും ഈ തീരുമാനമെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നുവെന്ന് സംഘാടകർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2025 ഏപ്രിലിൽ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം 800-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയവ നിർബന്ധമാണ്. മാഞ്ചസ്റ്റർ അരീന ബോംബ് സ്ഫോടനത്തിൽ മാർട്ടിൻ ഹെറ്റ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. പുതിയ നിയമങ്ങൾ അനുസരിച്ച് ആവശ്യമായ എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമുണ്ടെന്നും അതിനാൽ തന്നെയാണ് മേള മാറ്റിവെച്ചതെന്നും സംഘാടകർ വ്യക്തമാക്കി. യുക്മ മിഡ്ലാൻഡ്സ് റീജിയണൽ കലാമാമാങ്കം ശനിയാഴ്ച കവൻട്രിയിൽ നടക്കും. പ്രവാസി ലോകത്തെ ഏറ്റവും വലിയ കലാമേളയായ യുക്മ നാഷണൽ കലാമേളയ്ക്ക് മുന്നോടിയായി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് കലാമേളയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. സർവർ റെക്കോർഡുകളും ഭേദിച്ച് 25 അംഗ അസോസിയേഷനിൽ നിന്നായി 850ഓളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കം ശനിയാഴ്ച രാവിലെ 9:30 കവൻട്രിയിലെ ഷേക്സ്പിയർ നഗറിൽ കാർഡിനൽ വൈസ്മാൻ സ്കൂൾ ഹാളിലെ പ്രത്യേകം സജ്ജമാക്കിയ 5 വേദികളിൽ അരങ്ങേറും. കഴിഞ്ഞ 3 വർഷമായി നാഷണൽ കലാമേളയിലും നാഷണൽ കായികമേളയിലും മിഡ്ലാൻഡ്സ് റീജിയണലാണ് വിജയകിരീടം ചൂടിയത്. കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ യുക്മ നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ നിർവഹിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ യുക്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരിക്കും. യുക്മ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം, മിഡ്ലാൻഡ്സിൽ നിന്നുള്ള നാഷണൽ കമ്മിറ്റി അംഗം ജോർജ് തോമസ്, മറ്റു യുക്മ നാഷണൽ ഭാരവാഹികളും വിവിധ റീജിയനിൽ നിന്നുള്ള പ്രസിഡന്റുമാരും ഭാരവാഹികളും യുക്മ മിഡ്ലാൻഡ്സ് റീജിയന്റെ അംഗ അസോസിയേഷനുകളിലെ പ്രസിഡന്റുമാരും മറ്റു ഭാരവാഹികളും കലാമേളയ്ക്ക് പിന്തുണയുമായി ഉണ്ടാകും. വിഗൻ മലയാളി അസോസിയേഷൻ ആതിഥേയത്വം വഹിക്കുന്ന യുക്മ റോസ്റ്റർ കെയർ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള നാളെ ഡീൻ ട്രസ്റ്റ് വിഗൻ അങ്കണത്തിൽ വിവിധ വേദികളിലായി നടക്കുന്നു.
കലാമേളയിൽ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണിലുള്ള അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ള മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കൂടുതൽ അസോസിയേഷനുകളും മത്സരാർത്ഥികളും ഇക്കുറിയും രംഗത്തെത്തുമെന്നാണ് റീജിയണൽ കമ്മിറ്റി വിലയിരുത്തിയിട്ടുള്ളത്. പ്രായമനുസരിച്ച് കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ, കോമൺ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാവിലെ 8 മണിക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. തുടർന്ന് വിവിധ വേദികളിലായി അരങ്ങേറുന്ന മത്സരങ്ങൾ 6 മണിയോടെ അവസാനിക്കുകയും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതുമായിരിക്കും. കലാമത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടുന്ന മത്സരാർത്ഥികൾക്ക് കലാതിലക പട്ടവും കലാപ്രതിഭാ പട്ടവും നൽകി ആദരിക്കുന്നതാണ്. 400-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേള ആസ്വാദകരുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ യുക്മയുടെ നാഷണൽ റീജിയണൽ കലാമേളകൾ UK-യിൽ ഒരു യുവജനോത്സവകാല പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. റീജിയണൽ തലത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ ആദ്യ 2 സ്ഥാനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളിൽ ആദ്യ 3 സ്ഥാനങ്ങളും ലഭിക്കുന്നവർക്കുമാണ് നവംബർ 1-ന് ചെൽറ്റൻഹാമിൽ നടക്കുന്ന 16ാമത് ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.04 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.69 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 102.66 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.26 ഇന്ത്യൻ രൂപ. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പതാകയ്ക്കൊപ്പം ഏത് പതാക ഉപയോഗിക്കുമെന്നതിൽ പ്രതിസന്ധി. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക പതാകയാണോ താലിബാന്റെ പതാകയാണോ ഉപയോഗിക്കുന്നത് എന്നതിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇന്ത്യയിലെ അഫ്ഗാനിസ്ഥാന്റെ എംബസിക്ക് പുറത്ത് അഫ്ഗാനിസ്ഥാന്റെ ഔദ്യോഗിക പതാകയാണ് ഇപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. സന്ദർശക രാജ്യത്തിന്റെ ഔദ്യോഗിക പതാക കൂടിക്കാഴ്ചകളിൽ ഉണ്ടാകണം എന്നതാണ് നയതന്ത്ര ചട്ടം. 2 രാജ്യങ്ങളുടെയും പതാകകൾ നേതാക്കൾക്ക് പിന്നിലോ മേശപ്പുറത്തോ പ്രദർശിപ്പിക്കണമെന്ന ചട്ടം നിലവിലുള്ളതിനാൽ ഏത് പതാക ഉയർത്തുമെന്നതിൽ വ്യക്തതയില്ല. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികൾ ശനിദോഷമകറ്റാനും ഐശ്വര്യത്തിനുമായും കോടിക്കണക്കിന് രൂപയ്ക്ക് ബാംഗ്ലൂരുവിൽ വിറ്റഴിച്ചുവെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നതെന്നാണ് വിവരം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് റിപ്പോർട്ട് പരിശോധിക്കുന്നത്. പൊന്നമ്പലമേട്ടിലെ കലിയുഗ വരദൻ, ശനിദോഷം അകറ്റാൻ വേണ്ടി കുടികൊള്ളുന്ന അയ്യനയ്യൻ, കാനനവാസൻ ശ്രീ ധർമ്മശാസ്താവ് അയ്യപ്പനും ശനിദോഷം. ശനിയുടെ ദോഷം അങ്ങ് പരിഹരിച്ചത് അയ്യപ്പന്റെ പൊന്നും പണ്ടവും കട്ടുമുടിച്ച് വിറ്റുതുലച്ചിട്ട്. അല്ലെങ്കിലും അമ്പലകാര്യമൊക്കെ ആവുമ്പോൾ ചിലവ് കൂടുതലാണ്. കേട്ടാൽ ചിരിക്കാതെ എന്തു ചെയ്യും? എന്റെ പിണറായി, ഇടതുപക്ഷ പ്രവർത്തകർക്ക് അമ്പലവുമില്ല, പള്ളിയുമില്ല, ശനിയുമില്ല, ചൊവ്വയുമില്ല എന്നു കരുതി ഒരുമാതിരി അയ്യപ്പന്റെ പൊന്നു കട്ടത് ഒരു വല്ലാത്ത പണിയായി. അമ്പലവും പള്ളിയും ഒക്കെ കട്ടുമുടിച്ചിട്ടല്ല വെള്ള ഖദറിൽ പശ മുക്കി വിയർക്കാതെ പണമുണ്ടാക്കിയത്. പറയുമ്പോൾ ഇപ്പോഴും ചുവന്ന രക്തഹാരവും കട്ടനും പരിപ്പുവടയും ഒക്കെയാണ്. സാധാരണക്കാരുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും കണ്ണീരൊപ്പുന്ന ചേർത്ത് പിടിക്കുന്ന പാർട്ടി. എന്നിട്ട് ഭഗവാനെ പോലും സമാധാനമായി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. സ്ത്രീകളെ കയറ്റിയാൽ എന്താ, അയ്യപ്പൻ പേടിക്കുമോ എന്നായിരുന്നു പിണറായിയുടെ പാർട്ടിയുടെ ആദ്യത്തെ ചോദ്യം. അന്ന് എന്തൊക്കെയായിരുന്നു? മനോബലമില്ലാത്ത, സ്ത്രീകളെ കണ്ടാൽ ഇളകിപ്പോകുന്ന ബ്രഹ്മചര്യമുള്ള ദേവനാണോ ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പുച്ഛിച്ചവർക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദൈവവിളി തുടങ്ങിയതാണ്. അതാദ്യം തുടങ്ങിയത് ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് എന്നും പറഞ്ഞ് ബിനാമികളെ ഇരുത്തി കട്ടുമുടിക്കുന്നതൊക്കെ ഹിന്ദു സംഘടനകൾ ക്ഷേത്രകാര്യങ്ങളിൽ സജീവമായപ്പോൾ വെളിച്ചത്ത് വരുമെന്ന് ആയതു മുതലാണ്. അന്നു മുതൽ തുടങ്ങി കല്ലും മുള്ളും കാലിക്കുമെത്ത എന്നൊക്കെ മുഴങ്ങിയിരുന്ന അമ്പലത്തിൽ ദൈവത്തിന്റെ തിരുമുന്നിൽ ചെന്ന് നിന്ന് ചെങ്കൊടി വീശി ചോദിക്കുകയാണ്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. ദൈവത്തിന് പുഷ്പം മാത്രമാണ് അറിയുന്നതെന്ന് പിണറായിയോട് അന്ന് കേരളം മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടും തീർന്നില്ല പിണറായിയുടെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ച. പിന്നെ നേരെ വെച്ചുപിടിച്ചു ശബരിമലയിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം.
അതിന്റെ പേരിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കള്ളി പുറത്താകും മുന്നേ കാവിയുടുത്ത് ചന്ദനക്കുറി വരച്ച് പിണറായി വിജയാനന്ദ സ്വാമികൾ ഭജന തുടങ്ങി. കൃത്യം ഒരാഴ്ച തികച്ചില്ല, ദേ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ മുക്കുകൊണ്ടമായി. ശബരിമല പോലെ കോടാനുകോടി ഭക്തജനങ്ങൾ വന്നു പോകുന്ന ക്ഷേത്രത്തിൽ ഏതോ ഒരു ഉണ്ണികൃഷ്ണന്റെ ലീലാ വിളയാട്ടം കണ്ട് കേരളം മുഴുവൻ തരിച്ചിരിക്കുമ്പോൾ വിജിലൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് നടപടി. അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെയാണ് അനുമതി തള്ളിയത്. വിവിധ ഘട്ടങ്ങളിലായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി അനുമതി തേടിയത്. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ പദ്ധതിയിട്ടിരുന്നു. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് പര്യടനം ആരംഭിക്കാനായിരുന്നു തീരുമാനം. അന്ന് രാത്രി ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് പൊതുപരിപാടി നിശ്ചയിച്ചിരുന്നത്. പ്രവാസികൾക്കായി ഇടതു സർക്കാർ ചെയ്ത കാര്യങ്ങളും പുതിയ പദ്ധതികളും വിശദീകരിക്കുക, നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് പോകാനായിരുന്നു തീരുമാനം. 17-ന് ദമാമിലും 18-ന് ജിദ്ദയിലും 19-ന് റിയാദിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നു. 24-25 തീയതികളിൽ ഒമാനിലെ മസ്കറ്റ്, സലാല എന്നിവിടങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കാനും 30-ന് ഖത്തർ സന്ദർശിക്കാനുമായിരുന്നു പദ്ധതി. നവംബർ 7-ന് കുവൈറ്റിലും 9-ന് അബുദാബിയിലും പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. വിവാദ പ്രസംഗവുമായി കായംകുളം MLA യു പ്രതിഭ. കട ഉദ്ഘാടനത്തിന് ഉടുപ്പില്ലാത്ത സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നതാണ് പുതിയ സംസ്കാരം. തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുകയാണെന്ന് MLA പറഞ്ഞു. കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ എരുവ എന്ന സ്ഥലത്ത് സാംസ്കാരിക പരിപാടിയിൽ വെച്ചായിരുന്നു MLAയുടെ വിവാദ പ്രസംഗം. സിനിമാ താരങ്ങളോട് സമൂഹത്തിന് ഒരുതരം ഭ്രാന്താണ്. കട ഉദ്ഘാടനത്തിന് ഉടുപ്പില്ലാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന പുതിയ സംസ്കാരം എന്തിനാണ്? തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറും. ഇത് നിർത്തണം. തുണി ഉടുത്ത് വന്നാൽ മതി എന്ന് അവരോട് പറയണം. തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും നമുക്കില്ല എന്നും യു പ്രതിഭ പറഞ്ഞു. ചാനൽ പരിപാടിയുടെ പേര് പരാമർശിക്കാതെ നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കെതിരെയും യു പ്രതിഭ വിമർശനം ഉന്നയിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട്. വൈകുന്നേരം മറ്റുള്ളവർ ഉറങ്ങുന്നത് നോക്കുക, അവരുടെ പാന്റ് ഇറുകിയതാണോ, അവരുടെ ടോപ്പ് ഇറുകിയതാണോ, കമന്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അനശ്വര നടനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഭയങ്കര മിടുക്കനായ നടനാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നും പ്രതിഭ MLA പരിഹസിച്ചു. തളിപ്പറമ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് തീപിടുത്തത്തിൽ 50 കടകൾ കത്തിനശിച്ചു. തീയണയ്ക്കാൻ സ്ഥലത്തെത്തിയത് 15 ഫയർഫോഴ്സ് യൂണിറ്റ്. അപകട കാരണത്തെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. തളിപ്പറമ്പിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 50 കടകൾ കത്തിനശിച്ചു. 100ഓളം കടകളുള്ള കെട്ടിടത്തിൽ പ്രധാനമായും തീ പിടിച്ചതായാണ് വിവരം. സമീപത്തെ 2 കെട്ടിടങ്ങളിലേക്കും തീ പടർന്നു. തളിപ്പറമ്പിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തത്തിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് ജില്ലാ ഫയർഫോഴ്സ് മേധാവി അരുൺ ഭാസ്കർ അറിയിച്ചു. കെട്ടിടത്തിനകത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നും അദ്ദേഹം അറിയിച്ചു. ദൗത്യ സംഘം കെട്ടിടത്തിനകത്തേക്ക് കടന്ന് പരിശോധന നടത്തി. ക്രെയിൻ എത്തിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കൂടുതൽ വെള്ളം എത്തിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ജില്ലാ ഫയർഫോഴ്സ് ഓഫീസർ അരുൺ ഭാസ്കർ, കണ്ണൂർ റൂറൽ SP അനൂജ് പലിവാൽ എന്നിവർ ദൗത്യത്തിന് നേതൃത്വം നൽകി. 100ഓളം കടകൾ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പ്രധാനമായും തീപിടിച്ചത്. സമീപത്തെ 2 കെട്ടിടങ്ങളിലേക്കും തീ പടർന്നിരുന്നു. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് ആദ്യ തോൽവി. തുടർച്ചയായ 2 വിജയങ്ങളുമായി 3ാം പോരാട്ടത്തിനിറങ്ങിയ ഇന്ത്യക്കെതിരെ 3 വിക്കറ്റ് വിജയമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത്. ഇന്ത്യ ഉയർത്തിയ 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 7 പന്തുകൾ ബാക്കി നിൽക്കെ വിജയത്തിലെത്തി. 54 പന്തിൽ 5 സിക്സുകളും 8 ഫോറുകളും പറത്തി 84 റൺസ് എടുത്ത നദൈൻ ഡൈക്ലർക്കാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലെത്തിച്ചത്. 2 വിക്കറ്റും വീഴ്ത്തിയ നദൈനാണ് കളിയിലെ താരം. ക്യാപ്റ്റൻ ലോറ വോൾവാർട്ട് 111 പന്തിൽ 70 റൺസ് എടുത്ത് പുറത്തായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിലെ ഡിജിറ്റൽ ID സംവിധാനമായ ആധാറിനെ UK-യിലേക്കുള്ള മാതൃകയായി പരിശോധിക്കാൻ മുംബൈ സന്ദർശനത്തിനിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. 2028ഓടെ ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് കിയർ സ്റ്റാർമർ. UK-യുടെ വിസ നയത്തിൽ ഇന്ത്യക്കായി ഇളവുകൾ ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയാൻ അമേരിക്ക. ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവയുൾപ്പെടെ നിരവധി വ്യക്തികൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കുമെതിരെ ഉപരോധങ്ങൾ വിപുലീകരിച്ച് US ട്രഷറി വകുപ്പ്. ഗാസ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചു. ഗാസയിലുള്ള 48 ബന്ദികളിൽ ജീവനോടെയുള്ള 20 പേരെ തിങ്കളാഴ്ച മോചിപ്പിക്കും. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായി വിട്ടുനൽകും.
തെക്കൻ ഫിലിപ്പീൻസിൽ അതിശക്തമായ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ്. തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫിബോക്സ് ഏജൻസി മുന്നറിയിപ്പ് നൽകി. ബർമിംഗ്ഹാമിൽ നടത്താനിരുന്ന ദീപാവലി ആഘോഷങ്ങൾ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് മാറ്റിവെച്ചു. ശബരിമലയിൽ നിന്ന് ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികൾ ശനിദോഷം അകറ്റാനും ഐശ്വര്യത്തിനുമായും കോടിക്കണക്കിന് രൂപയ്ക്ക് ബാംഗ്ലൂരിൽ വിറ്റഴിച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി പ്രത്യേകിച്ച് കാരണമൊന്നും ചൂണ്ടിക്കാട്ടാതെ കേന്ദ്രം തടയിട്ടത് നോർക്ക മലയാളം മിഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.